സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ നിൽക്കുന്നു. പാലക്കാട് ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ജില്ലയിലെ ഉയർന്ന താപനില. കൊല്ലത്തും തൃശൂരും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതീവ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. ചൂടുള്ള വാർത്ത തന്നെയാണ് ഇന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരളം കുളിരുകോരാൻ ഇനിയുമേറെ കാത്തിരിക്കേണ്ടി വരും. ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ വറചട്ടിയിലെന്ന പോലെ പാലക്കാട് വെന്തുരുകും. 40 ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട് ഉയർന്ന താപനില. സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. ഏതാണ്ട് സമാനമാണ് മറ്റു ജില്ലകളിലും സ്ഥിതി. തൃശൂരും കൊല്ലത്തും 39 ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്ന താപനില. തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും അന്തരീക്ഷ ആർദ്രത 55 മുതൽ 65% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ചൂടോടുകൂടിയ അസ്വസ്ഥതയുള്ള അന്തരീക്ഷത്തിനും ഇത് കാരണമാകും. കേരളം മുഴുവൻ കത്തിക്കാളുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ജാഗ്രത തുടരണമെന്ന് ആവർത്തിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും. സംസ്ഥാനത്ത് പലയിടത്തും നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പാലക്കാട്ട് നിന്നും ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ഇന്നിപ്പോൾ പാലക്കാട് ചൂടിന് നേരിയ ശമനമുണ്ടോ? കഴിഞ്ഞ ദിവസം സൂര്യാഘാതം ഉൾപ്പെടെ അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. എന്താണ് നിലവിലെ സാഹചര്യം? വിനീത, പാലക്കാട് ഇപ്പോൾ ഈ ചൂടിൽ വെന്തുരുകി വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. പാലക്കാട് ചൂടിന് ഒട്ടും ശമനമില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇന്നലെയും പാലക്കാട് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. 41.2 ഡിഗ്രി ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. രാത്രി കാലങ്ങളിലും പാലക്കാട്ടെ ചൂടിന് ഒരു കുറവും ഉണ്ടാവുന്നില്ല. ഇന്നലെ 30 ഡിഗ്രിയോട് അടുത്തായിരുന്നു പാലക്കാട്ടെ ചൂട് രാത്രികളിൽ രേഖപ്പെടുത്തിയിരുന്നതെന്നാണ് ഇപ്പോൾ ഏതായാലും വരുന്ന സൂചനകൾ. മനുഷ്യന്മാരെ പോലെ തന്നെ ഇത് ജീവജാലങ്ങളെയെല്ലാം വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കിടയിൽ 31 പശുക്കളാണ് പാലക്കാട് ജില്ലയിൽ ചത്തത്. ഈ ചൂട് കാരണമാണ് ഇത്രയും ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. മാത്രമല്ല, മനുഷ്യർക്കിടയിൽ സൂര്യതാപവും സൂര്യാഘാതവും വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ തന്നെ നമ്മൾ പങ്കുവച്ചിരുന്ന വാർത്ത, റിട്ടയർഡ് സൈനികരാണ് പാലക്കാട് ചാലിശ്ശേരിയിൽ വീടിനകത്ത് കിടന്നുറങ്ങുന്നതിനിടയിൽ സൂര്യാതാപം ഏറ്റത്. ഇത് ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിഴക്കൻ മേഖലയിലെല്ലാം ശുദ്ധജലത്തിനും വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കരുതൽ ശേഖരത്തിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലയിൽ ശുദ്ധജല വിതരണം എല്ലാം നടക്കുന്നത്. ഇനിയും ചൂട് കടുക്കുകയാണെങ്കിൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്നത്. കാരണം ഇനി വെള്ളം ഉൾപ്പെടെ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഏതായാലും പാലക്കാട്ടെ ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. 41 ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോഴും ചൂട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ വല്ലാത്ത രീതിയിൽ മടിക്കുന്നൊരു സാഹചര്യം ഉണ്ട്. വിനീത, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന 10 സ്ഥലങ്ങളുടെ പട്ടികയിൽ പാലക്കാടുമുണ്ട്. ഏതായാലും കടുത്ത ചൂട് തന്നെയാണ് അവിടെയെന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്.